സിപിഐയുടെ സ്ഥാനാർത്ഥികൾ അല്പസമയം മുമ്പാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചത്. നെടുമങ്ങാട് വീണ്ടും മന്ത്രി ജി.ആർ. അനിൽ തുടർച്ചയായ രണ്ടാം തവണയും ജനവിധി തേടുകയാണ്. എന്താണ് മന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ? നേരത്തെ ആദ്യമായി മത്സരിക്കാനെത്തി അവിടെ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞു. ഇത്തവണ മന്ത്രി എന്ന നിലയിലേക്ക് എത്തുകയാണ്. എന്താണ് പ്രതീക്ഷ? ജനങ്ങൾ എന്തൊക്കെയാണോ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെല്ലാം പരിഹാരം കാണാൻ കഴിഞ്ഞ 5 വർഷമാണ്. വളരെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി, ഏറെ അഭിമാനബോധത്തോടുകൂടി ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയധികം പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതും ആരംഭിക്കാൻ കഴിഞ്ഞതുമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല സ്വീകാര്യതയാണ് എനിക്ക് നൽകുന്നത്. ജനങ്ങളുടെ സ്വീകാര്യതയ്ക്കനുസരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങ് കിട്ടിയ തൊട്ടാ പൊള്ളുന്ന വകുപ്പാണ്, അതുപോലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വകുപ്പുമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ വകുപ്പിലെ മന്ത്രി നിലയിലെ അനുഭവം കൂടി? ഇന്ന് ഒരു പത്രം, ഒരു മാധ്യമം, കേരള കൗമുദി ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. പരമാവധി ജനങ്ങളോട് നീതി പുലർത്തുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വയം ഉയർത്തുന്ന രീതിയിലേക്ക് വർത്തമാനം പറയാൻ പാടില്ലല്ലോ. എന്നാൽ ജനങ്ങൾക്ക് എന്താ ആവശ്യം? ഭക്ഷണമാണ്. പട്ടിണിയില്ലാത്ത നാടാണ്. ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയാണുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭേദപ്പെട്ട പ്രകടനം നടത്തിയ മണ്ഡലങ്ങളിലൊന്ന് നെടുമങ്ങാടാണ്. അതിന്റെ ഒരു ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുമോ? ആ തെരഞ്ഞെടുപ്പിലും 13,000-14,000 വോട്ടിന്റെ ഡിഫറൻസ് LDFന് അനുകൂലമാണ്. ഒരു പഞ്ചായത്ത് ഒഴികെ എല്ലാ സ്ഥാപനങ്ങളും LDFന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള നല്ല വിശ്വാസമാണുള്ളത്. സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്, ദേശീയ കൌൺസിൽ അംഗവുമാണ്. അപ്പം മൊത്തത്തിൽ സിപിഐയുടെയും ഇടതുമുന്നണിയുടെ സാധ്യതകൾ എങ്ങനെയാണ് ഇത്തവണ? ഇടതുപക്ഷം വീണ്ടും തുടർ ഭരണമാണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിന്ന ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ കേൾക്കാൻ നമുക്ക് അധികം കഴിയുന്നില്ല. എന്നാൽ ഒരു പൊതുധാരണ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് 2 തവണ ആയില്ലേ എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട്. അതിൽ വീണുപോകാതെ ജനങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഇത് വസ്തുതകളെ വിലയിരുത്തി തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയും നമുക്ക് ഉണ്ടായിട്ടുള്ള എതിർപ്പും എന്താണെന്ന് ഞങ്ങൾ ഗൃഹസന്ദർശനത്തിലൂടെ മനസ്സിലാക്കി. അതിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടിയിലേക്കും അതിന് പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനവും ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ അറിയേണ്ടത്. അതുതന്നെയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി ജി.ആർ. അനിൽ. അദ്ദേഹം നെടുമങ്ങാട് വീണ്ടും വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.